നമസ്കാരം. സീതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സീതാരാം മോഹൻ, hypnotic counselor, mind power trainer, law of attraction coach and psychological researcher in spiritual healer. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ പ്രാക്ടീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷം. കാരണം ഒരുപാട് പേർക്ക് ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ വേണം എന്നവർ സ്വയം ചിന്തിച്ച് ആലോചിച്ച് അവരുടെ ലൈഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നവർക്ക് ഉറച്ച തീരുമാനമെടുത്ത് വന്നവരാണ്. സോ അങ്ങനെ ഒരു മൈൻഡ് പവറോട്, അതായത് മനസ്സിൽ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. കാരണം അവരുടെ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടല്ലോ. സന്തോഷം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും ഇത് അങ്ങനെ ജോയിൻ ചെയ്തവരെല്ലാവരും ഇത് കാണുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയുന്ന കാര്യം അതുപോലെ ഫോളോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കൗൺസിലിംഗ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. കൗൺസിലിംഗ് ചെയ്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു മണി ഹീലിംഗ് പ്രാക്ടീസാണ്. ഓക്കെ, പണമാണല്ലോ എല്ലാവരുടെയും പ്രശ്നം, സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തികം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ അത് എന്തായാലും വേണമല്ലോ. അപ്പം നമ്മളത് എങ്ങനെയാണ് നമ്മളേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കേട്ടവർക്കറിയാം, നമ്മുടെ സ്റ്റുഡൻസിനും അറിയാം, സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന വ്യൂസിനും അറിയാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഒരിക്കൽ കൂടി. അപ്പം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് മണി ഹീലിംഗ് പ്രാക്ടീസാണ്. മണി ഹീലിംഗ് പ്രാക്ടീസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പണം ഒരു എനർജിയാണ്. ഈ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് ചലിക്കുന്നത്. അപ്പോൾ പണത്തിൻ്റെ ഊർജം എന്നത് നിങ്ങളുടെ എനർജി ആയിട്ട് ഒരിക്കലും സ്യൂട്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് പണം വരാതെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റണം. അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് പണത്തിനോടുള്ള കാഴ്ചപ്പാട്, മനോഭാവം ഒക്കെ നിങ്ങൾ, അതായത് റീപ്രോഗ്രാമിങ്, ആ വാക്കിൽ തന്നെ ഉണ്ട് റീപ്രോഗ്രാമിങ്, എല്ലാം ഒന്ന് തിരുത്തി എഴുതണം. അതായത് നിങ്ങളുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം മാറ്റണം, പോസിറ്റീവായിട്ട് മാറ്റണം. തോട്ട്സ്, അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണം. അതായത് ഞാൻ പറഞ്ഞു, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ എന്താണോ ആവർത്തിച്ച് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് കോപ്പി ചെയ്യും. നിങ്ങൾ ഈ ആവർത്തിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. സോ ബി കെയർഫുൾ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു മണി ഹീലിംഗ് പ്രാക്ടീസാണ്. ഇതിനാദ്യം വേണ്ടത് ഒരു 10 രൂപയോ 20 രൂപയോ 50 രൂപയോ, 10 രൂപ മുതൽ അങ്ങോട്ട് ഏതാവാം, നിങ്ങൾ കയ്യിലെടുക്കുക. 41 ദിവസം ഇത് ചെയ്യണം. തീർച്ചയായും ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ പ്രാക്ടീസുകളും നമ്മൾ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളോട് പറയുന്നത്. സോ അപ്പം നിങ്ങൾ ഇത് ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഇനി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ കേൾക്കുക, തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെയെങ്കിലും കേൾക്കുക. അങ്ങനെ ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടൂ. കാരണം ഇത് മനസ്സിലാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് സാധാരണ സബ്ജക്റ്റ് പോലെയല്ല, സൈക്കോളജിയാണ് വിഷയം. ഓക്കെ, മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനഃശാസ്ത്രമാണിത്, സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണ്. സാധാരണ ഒരു സബ്ജക്റ്റ് പോലെയല്ല. ഇപ്പോൾ ഈ സൈക്കോളജി പഠിക്കുമ്പോഴാണെങ്കിൽ പോലും പഠിക്കുന്ന ആൾക്ക് ഒരു ഉറക്കം തൂങ്ങുന്ന ഒരു സബ്ജക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വളരെ ലളിതമായി സാധാരണ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറയുന്നത്. സോ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളൊരു 10-ൻ്റെയോ 20-ൻ്റെയോ അങ്ങോട്ടുള്ള ഏത് നോട്ടും, ഒരു ഇന്ത്യൻ രൂപ, ഇന്ത്യയിൽ ജീവിക്കുന്നവർ അതെടുക്കുക. പുറത്ത് കാണുന്ന, അതായത് ഫോറിനിലോ ഇപ്പം മറ്റുള്ള കൺട്രീസിലോ ഒക്കെ കാണുന്നവരാണെങ്കിൽ അവിടുത്തെ ഏതാണോ അതെടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഒരു 15 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ നട്ടൽ നിവർന്ന് നേരെ ഇരിക്കുക. നേരെ ഇരുന്നിട്ട് 3-4 തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കണം. ഇത് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശുദ്ധമായ ഓക്സിജൻ വരുമ്പോൾ നല്ല രക്തയോട്ടം ഉണ്ടാവും. അതിനാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയുന്നത്. തിരക്കൊന്നും വേണ്ട. പലർക്കും തിരക്കാം. പലരും എന്തോ ഒരു നേർച്ച പോലെയൊക്കെ ചെയ്യണം. അങ്ങനെയല്ല,
നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. സാവധാനം ശ്വാസം എടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സോ അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. അതാണ്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ നേരെ ഇരിക്കുക, നട്ടൽ നിവർന്ന് നേരെ ഇരിക്കുക. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക. മറ്റുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളവർ, പ്രായമായവരൊക്കെ ആണെങ്കിൽ കാല് നീട്ടിയിരിക്കുക, നട്ടൽ നിവർന്നതാ ഇങ്ങനെ നേരെ ഇരിക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ രൂപ നോട്ടിലേക്ക് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. ഇത് തികച്ചും സൈക്കോളജിക്കൽ മെത്തേഡാണേ. ഇവിടെ ലോജിക്കില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കില്ല. കൊടുക്കുന്നത് എന്തോ അത് സ്വീകരിക്കും. സോ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്നിട്ട് ആവർത്തിച്ചിട്ട് കുറേ സമയം അതിലേക്ക് നോക്കി ചിരിക്കുക. എന്നിട്ട് ആവർത്തിച്ചിട്ട് അതിനെന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ, ഈ പണം എൻ്റെ കയ്യിൽ എനിക്ക് ലഭിച്ചു, എൻ്റെ പക്കൽ ഇതുണ്ടല്ലോ, അപ്പം ഇതിന് ഞാൻ നന്ദി പറയുന്നു. അതായത് പണത്തിനോട് നമ്മൾ സംസാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിനോട് നിങ്ങൾ സംസാരിക്കുക. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ, ഇത്രയും കാലം എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ എൻ്റെ കൈവശം നീ വന്നല്ലോ, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഓരോന്നായി നീ നടത്തി തന്നല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെ പറയണം. ഡെമോൺസ്ട്രേഷൻ അടക്കം ഞാൻ കാണിച്ചു തരികയാണ്. എനിക്കറിയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക, ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഹിപ്നോട്ടിക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ പെയ്ഡ് ചെയ്തിട്ടാണെങ്കിലേ പറഞ്ഞു തരുള്ളൂ. ഫീ അടച്ചതിന് ശേഷമേ പറഞ്ഞു തരുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ആ ഒരു നോട്ടിനെ ഒരാളായി സങ്കല്പിച്ചുകൊണ്ട് അത്രയും ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് നടത്തിക്കൊണ്ട് സ്നേഹത്തോടെ പറയാം. ശേഷം ഹോപ്പണ പ്രയറും കൂടെ പറയാം. ഇവിടെ ഇതാണ് നിങ്ങളുടെ, ഈ ഒരു പ്രയറാണ് നിങ്ങളുടെ പണത്തിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹോപ്പണ പ്രയർ 108 തവണ തന്നെ പറഞ്ഞിരിക്കണം. കുറച്ച് നമ്മൾ മറ്റുള്ള പ്രത്യേകിച്ച് ആക്ഷൻസോ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല. ഈ സൈക്കോളജിക്കൽ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 108 തവണ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ആ പണത്തിലെ നോക്കിയിട്ട് ഇങ്ങനെ പറയാം, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. എങ്ങനെയാണ്, പണത്തിൽ ആ നോട്ടിലേക്ക് നോക്കിയിട്ട് തന്നെ പറയണം, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ നിങ്ങൾ 108 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പറയുക. എന്നിട്ട് ആ പറയുന്നതിൻ്റെ കൂടെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് പറയുക. ഇത് മാത്രം ചെയ്യുക. 41 ദിവസം തുടർച്ചയായി. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് ഇന്ന് ചെയ്തു നാളെ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തിരിക്കണം. സോ പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിനെയാണ് നിങ്ങൾ റീപ്രോഗ്രാമിങ് ചെയ്യുന്നത്. ചില്ലറ കാര്യമൊന്നുമല്ല. ഇത്രയും കാലം അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്കും നെഗറ്റിവിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. സമയമെടുക്കും, ക്ഷമ വേണം, അല്ലേ? ഒരു സിനിമ ഡയലോഗിൽ പറയുന്ന പോലെ, നമ്മളെ ലാലേട്ടൻ്റെ ദൃശ്യം 2 സിനിമയിലാന്ന് തോന്നല്ലോ, ക്ഷമ വേണം, സമയമെടുക്കും എന്ന് പറയുന്ന പോലെ, അല്ലേ? സോ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നോ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നോ ഒക്കെ നിങ്ങളുടെ നിങ്ങൾക്കുള്ളിലെ പണത്തിൻ്റെ ബ്ലോക്കേജ് മാറാൻ ഗുണം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബിൻ്റെ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. റീപ്ലൈ തരാം. എനിക്ക് മാക്സിമം പറ്റുന്ന മെസ്സേജുകളൊക്കെ കമൻസിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സമയം പോലെ. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസാണ്, നിങ്ങളുടെ കമൻസാണ് നമുക്കുള്ള സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.
അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സന്തോഷം. അവർ തന്നെ സ്വയം മാറണം എന്ന് വരുമ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാൻ പറ്റുക വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പ്രാക്ടീസുകൾ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലേ, തീവ്രമായി ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു 21 ദിവസത്തെ നമ്മൾ മനസ്സിന് കൊടുക്കേണ്ട വ്യായാമങ്ങൾ പോലും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനം മനസ്സിലാവാതെ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങളിലേക്ക് പണവും വരില്ല, ഒന്നും വരില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയാതെ, നമ്മുടെ മനസ്സെന്താണ്, അതിനെന്തൊക്കെയാണ് ആഹാരം വേണ്ടത്, മനസ്സിന് വേണ്ട ആഹാരം എന്താണ്, അത് 21 ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അനാവശ്യമായിട്ടുള്ള ഫോൺ കോൾസ്, മെസ്സേജ്, വീഡിയോസ് എന്നുള്ളത് ഈ നമ്പർ ഹാൻഡിൽ ചെയ്യുന്ന ഞാനല്ല, സ്റ്റാഫാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.